യേശുവിൻ്റെ സ്നാനം. യേശുക്രിസ്തു യോഹന്നാനാൽ സ്നാനമേറ്റു. ഈ സ്നാനം നിസ്തുല്യമായിരുന്നു. ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലും ക്രിസ്തുവിൻ്റെ സ്നാനത്തിന് മറ്റ് സ്നാനങ്ങളോട് ഒരു ബന്ധവും ഇല്ല. പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടവരെയാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തിയത്. എന്നാൽ യേശുവിന് ഒരിക്കലും പാപം ഏറ്റുപറയേണ്ടതായിട്ട് വന്നിട്ടില്ല. പാപം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനാണ് ക്രിസ്തു. ക്രിസ്തു തന്നെ തൻ്റെ സ്നാനത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. അനുഷ്ഠാനപരമായ നീതിയാണ് ഇവിടെ വിവക്ഷിതം. മശിഹയുടെ ദൗത്യത്തിലേക്ക് പരസ്യമായി പ്രവേശിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ക്രിസ്തു സ്നാനം സ്വീകരിച്ചത്. മനുഷ്യരെ വീണ്ടെടുക്കുന്നതിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു മഹാപുരോഹിതനായി തീർന്നു. മോശയിക ന്യായപ്രമാണത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ആ നീതി നിവർത്തിച്ചു. 30 വയസ്സായ പുരോഹിതന്മാരെ പ്രതിഷ്ഠിക്കേണ്ടതാണ്. ഈ പ്രതിഷ്ഠയുടെ ആദ്യപടി കഴുകൽ അഥവാ സ്നാനമാണ്. യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ തൻ്റെ മേൽ വന്ന് ആവസിക്കുകയും ചെയ്തു. ഇങ്ങനെ നിത്യപുരോഹിതനായി യേശു ദൈവത്താൽ നിയമിക്കപ്പെട്ടു.